സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് എന്നതിന് ഇന്നത്തെ കണ്ടൻറ്റ്. ഇതിൽ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനായിട്ടൊരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. മണി വീക്കാണ്, അറിയാലോ. അതിലുപരി ഇന്നത്തെ എപ്പിസോഡിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എപ്പിസോഡെന്ന് പറയുന്നത് ലവ് ട്രാക്ക്. എല്ലാവരും കണ്ടതാണ് പ്രൊമോയും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ കരുതി വെറുതെ എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാൽ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. അനീഷ് എന്ന് പറയുന്നത് റിയലായിട്ട് പ്രപ്പോസ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല സ്ഥലത്തും ലൈവ് കണ്ട ഒരു വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് ആ ബിഗ് ബോസിൻ്റെ അകത്ത് നടന്ന ലൈവ് വീഡിയോസ് റെക്കോർഡ് ചെയ്തിടുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡിങ് പറ്റില്ല, ഫോൺ റെക്കോർഡ് ചെയ്ത് അറിയാമല്ലോ. ബിഗ് ബോസിൻ്റെ പല പേജസിലും അപ്ഡേറ്റ് വരുന്നുണ്ട്. ലവ് ട്രാക്കാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്ത് കാര്യത്തിനാണോ എന്തോ. മേ ബി അനുമോളുടെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം അനുമോൾ അത് ചുമ്മാ തമാശയ്ക്കാണ് ചെയ്തതെന്ന്. കാരണം എന്തോ അതിൽ കോമഡി എന്ന് പറഞ്ഞാൽ എന്തോ അവരല്ല, അനുമോൾ ലിറ്ററലി അത് ചുമ്മാ തമാശ ചെയ്തതാണ്. അത് കൂടുതലും സീരിയസ് ആയിട്ട് എടുത്തത് അനീഷാണ്. അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. ആദ്യം മറ്റേ ഷിയാസ് കരീമൊക്കെ അതിൻ്റെ അകത്ത് വന്നപ്പോൾ അനീഷ് പറഞ്ഞതാണ് എന്തോ പെങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്, അതേ പെങ്ങളെ പോലെ കണ്ട ആളെ പ്രപ്പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും അക്സെപ്റ്റിംഗ് അല്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാം അത് എന്താണ് ബാക്കി കാര്യമെന്ന്. അതിൽ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ, വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനീഷിന് അതെങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ ഇനി ചുമ്മാ പറഞ്ഞതാണോ? പക്ഷേ ചുമ്മാ പറഞ്ഞതായിട്ട് എവിടെയും കാണിക്കുന്നുമില്ല. അനുമോൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആദിലയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. അതും വീഡിയോസ് പുറത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളിരുന്ന് സംസാരിച്ചു, പുള്ളിക്കാരൻ സീരിയസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എന്ന രീതിയിൽ അനുമോൾ ആദിലയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോസൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും. കുറേ അപ്ഡേറ്റ് പേജസിൽ നോക്കിയാൽ മതി. അത് ഞാൻ ഇനി പ്രത്യേകം വെച്ച് കാണിച്ചു തരുന്നില്ല. അതുപോലെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാം കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എനിക്ക് തോന്നിയത് അനീഷിൻ്റെ അടുത്ത്. അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കൂടിപ്പോയാൽ അനുമോളുമായിട്ട് എത്ര ദിവസം സംസാരിച്ച് കാണും ഇതുപോലെ. അതായത് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്തത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അങ്ങ് പ്രണയം പൊട്ടിമുളച്ചോ. അതും പ്രപ്പോസ് ചെയ്ത് കല്യാണം വരെ എത്തിയോ. അതൊക്കെ അതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അത് മേ ബി ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, ഗെയിമായിരിക്കാം. പക്ഷേ അനീഷ് എന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്തായാലും എന്തോ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന്. മേ ബി അങ്ങനെ വിചാരിക്കാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രപ്പോസൽ രീതിയിലൊക്കെ കാരണം അനീഷൊക്കെ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഏജ്ഡുമാണ്, അത്യാവശ്യം മെച്യൂർഡുമാണ്. അപ്പം ഇങ്ങനെ ഒരു ഇതിലോട്ട് തിരിയുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെന്തായാലും ലാലേട്ടൻ വരുമ്പോൾ എടുത്ത് ചോദിക്കും. അത് 100% ഉറപ്പാണ്. കാരണം ഇനി 9 ദിവസമേ ഉള്ളൂ. 9 ദിവസത്തിനകത്ത് എന്തായാലും ലവ് ട്രാക്കൊന്നും ഇട്ട് കൊടുക്കാൻ സാധ്യതയൊന്നുമില്ല ബിഗ് ബോസ് കൂടുതലായിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ടാസ്കിൽ അനുമോൾ ഓടി ഏകദേശം 1.40 അടുപ്പിച്ചെന്തോ എടുത്തു. 1,40,000 എടുത്തു, 60,000 അക്ബർ എടുത്തു, അതുപോലെ 20,000 ആദിലെടുത്തു. അത് പക്ഷേ ഇത്രയൊക്കെ പൈസ അവരുകൾ എടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ പൈസ എടുത്തത് നൂറയാണെന്ന് തോന്നുന്നു. അതായത് ടോട്ടലി നോക്കുമ്പോൾ ഇന്നലത്തെ ടാസ്ക് മാത്രമല്ല, ടോട്ടലി നോക്കുമ്പോൾ നൂറയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഷീ ഈസ് ഡിസേർവിങ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ടിക്കറ്റ് ഫിനാലെ നല്ലപോലെ കളിച്ചു, ടിക്കറ്റ് ഫിനാലെ കിട്ടി. അതിന് ഏറ്റവും എനിക്ക് തോന്നുന്നു എന്താ അനുമോൾ പറഞ്ഞ കേട്ടില്ലേ, ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിന് അഹങ്കാരമായിരിക്കുന്നു. എന്തുകൊണ്ട് നൂറയ്ക്ക് അഹങ്കരിച്ചുകൂടാ? കാരണം ടാസ്ക് ജയിച്ചാണ് നൂറ് അവിടെ നിൽക്കുന്നത്, ടിക്കറ്റ് ഫിനാലെ കിട്ടിയത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ക്യൂട്ട്നെസ് മാരി എറിഞ്ഞ് അങ്ങനത്തെ കണ്ടൻറ്റ് ഈ അടുക്കളയിൽ കയറിയിട്ട് എല്ലാവരും പ്രാവി നടന്ന ടിക്കറ്റ് ഫിനാലെ കിട്ടണമെന്നില്ല. സോ നൂറ് അഹങ്കരിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് അഹങ്കരിച്ചുകൂടാ? ഞാൻ അങ്ങനെയാണ് ആലോചിക്കുന്നത്. നൂറയ്ക്ക് തിരിച്ച് ചോദിക്കുമായിരുന്നു. ഞാൻ അഹങ്കരിക്കും. ഞാനത് കളിച്ച് അധ്വാനിച്ച് നേടിയ സാധനമാണ്. ഒരു പി ആറിനും അത് അതിൻ്റെ അകത്ത് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് എല്ലാവർക്കും പി ആർ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ ഒരാളൊന്ന് കമൻറ്റ് ചെയ്തു എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന്. ഞാൻ ഒരിക്കലും അനുമോൾക്ക് മാത്രമേ പി ആർ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പി ആർ ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ അകത്ത് നിന്ന് പോകുന്നത് അനുമോൾ മാത്രമാണ്. വേറെ ആരും അങ്ങനെയല്ല. വേറെ എല്ലാവരും ടാസ്ക് കളിക്കുന്നുണ്ട്. ടാസ്ക് കളിച്ച് ജയിക്കണമെന്ന് എഴുതുന്നുണ്ട്. അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് കൊടുക്കണമെന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അനുമോൾ കൊടുക്കുന്ന കണ്ടൻറ്റ് എന്താണ്? കുറേ പ്രാക്ക്, അടിയുണ്ടാക്കി ഇറങ്ങിപ്പോകൽ, അടുക്കള ഭരണം, ഇതൊക്കെയാണ് അനുമോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ്. ഓക്കെ,
ഈ ആദില നൂറ അനുമോൾ എന്തായാലും പിന്നെ ഒന്നിക്കും അവരൊരു ഗ്യാങ് ആവും. അത് എന്തായാലും കണ്ടു തുടങ്ങി അതിൻ്റെ ഒരു പോസിറ്റീവ് സൈൻസൊക്കെ. ലാസ്റ്റ് ആയപ്പോൾ അനുമോൾ ഫുഡൊക്കെ കോരി കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക്. നൂറ ആദ്യം റിജക്റ്റ് ചെയ്തെങ്കിലും ഓക്കെ ഫൈൻ എന്ന രീതിയിൽ അവർ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ അനീഷിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആര് അനുമോൾ ആദിലയുടെ അടുത്താണ് അത് സംസാരിക്കുന്നത്. സോ അവരെന്തായാലും അത് പിന്നെ പാച്ചപ്പ് ആക്കി കൊണ്ടുപോകും. അവർ ആദിലയും നൂറയും തന്നെ പറയുന്നുണ്ട്. കാരണം രണ്ടുപേരും, അതായത് മൂന്ന് പേരും മൂന്ന് രീതിയിലുള്ള അഭിപ്രായമുള്ളവരാണ്. നിങ്ങളും കാണുന്നതാണ് അതിൻ്റെ അകത്ത്. അതിൽ പ്രത്യേകിച്ച് ആദില നൂറ ഓക്കെ അവർ പാർട്ട്നേഴ്സാണ്. അവർ രണ്ടുപേരും വെച്ചിട്ട് അനുമോളെ നോക്കുകയാണെങ്കിൽ അനുമോൾ ഫാർ അവേ ആണ്. ഫാർ അവേ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് ചിന്താഗതിയിലായാലും ആശയങ്ങളിലായാലും ഫാർ അവേ ആണ് അവരിൽ നിന്ന്. പിന്നെ ആ ഒരു വൈബ് എങ്ങനെയോ മാച്ച് ആയതുകൊണ്ട് അവരിങ്ങനെ അങ്ങ് പോകുന്നു. അത് ആദില തന്നെ ഇന്നലെ സമ്മതിച്ച കാര്യമാണ്. പിന്നെ ആദില നൂറയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ അവർ ആസ് എ പാർട്ട്നേഴ്സ് കേട്ടോ, അവരെന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ എനിക്കൊരു സന്തോഷം തോന്നും. എല്ലാവർക്കും അങ്ങനെ ഒരു റിലേഷൻ കിട്ടണമെന്നില്ല. കാരണം എല്ലാം തുറന്നു പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നീ അത് നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ എന്നെ നോക്കിക്കോളാം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. റിലേഷൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ടാസ്ക് ഒന്നുമല്ല, ബിഗ് ബോസ് ഒന്നുമല്ല, അതെല്ലാം മാറ്റി വെച്ചോ. പക്കാ റിലേഷൻ്റെ കാര്യം മാത്രമാണ് ഞാൻ അതിൻ്റെ അത് സംസാരിക്കുന്നത്. അതായത് എന്ത് പ്രശ്നമായിക്കോട്ടെ, അവർ തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, അവർ ചെയ്തത് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തതായിക്കോട്ടെ, എല്ലാം അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ, ഏത് റിലേഷൻഷിപ്പ് ആയാലും. കാരണം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നില്ല നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സിൽ കൂടെ എന്താണ് പോകുന്നതെന്ന്. സോ അത് തുറന്നങ്ങ് പറയുക. സ്വന്തം പാർട്ട്ണറിൻ്റെ അടുത്ത് തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ റിലേഷൻ? അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്നൊരു എലമെൻ്റ് അല്ല ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാം തുറന്നു പറഞ്ഞ്, അതായത് എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അപ്പോഴും തന്നെ കിട്ടുവാണ്. ഞാൻ ഇങ്ങനെ ഇതുകൊണ്ടാണ് ചെയ്തത്. ഓക്കെ, അത് ബേബിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒപ്പീനിയൻ ഇങ്ങോട്ട് പറയും. അങ്ങനെ അവിടെ ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്, അടിയല്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ റിലേഷനും കിട്ടുന്നൊരു സാധനമല്ല അത്. അതെന്തായാലും അവരുടെ ഇടയിലുണ്ട്. എന്തായാലും അങ്ങനെ നല്ല രീതിയിൽ പോട്ടെ. അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ റിലേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടും ഇത്രയും പേര് എതിർത്തിട്ടും ഇതുവരെ എത്തിയത്. അത് ഹാറ്റ്സ് ഓഫ്, അത് പറയാതിരിക്കാൻ വയ്യ. സോ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞ് വലിച്ചു നീട്ടാനായിട്ടൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ വരുമ്പോൾ അറിയാം, ഇന്നത്തെ ബിഗ് ബോസ് വീഡിയോ ഇറങ്ങുമ്പോൾ അറിയാം എന്തൊക്കെ കണ്ടൻസാണ് അതിൻ്റെ അകത്തുള്ളതെന്ന്. പ്രത്യേകിച്ച് അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും അനുമോളും അനീഷിൻ്റെ കാര്യങ്ങളായിരിക്കും. അത് 100% ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഒരു പ്രപ്പോസൽ സ്ട്രാറ്റജി നടന്നതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ അത് ഭയങ്കര മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ അറിയാം അതെന്താണ്, എന്തെങ്കിലും പ്രാങ്കാണോ. എനിക്ക് തോന്നുന്നില്ല പ്രാങ്കാണെന്ന്. പല വീഡിയോസും കണ്ടിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രാങ്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ യെസ്, നമുക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ വരുമ്പോൾ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് ചെയ്ത് തീർത്തതാണ് ഞാൻ. കാരണം ഒന്നുമില്ല പറയാനായിട്ട്. അറിയാലോ ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും അതിനകത്ത് ഇല്ല. ചുമ്മാ ഒരു ഫൺ ടാസ്ക്, ഇന്നലെ തന്നെ മറ്റേ ബലൂൺ കുത്തിപ്പൊട്ടിക്കുന്ന ടാസ്ക്, അങ്ങനത്തെ കുറച്ച് ടാസ്കുകൾ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരു കണ്ടൻറ്റും ഇല്ല. എന്തായാലും ഇന്ന് തൊട്ട് മിക്കവാറും മറ്റേ ലവ് ട്രാക്കിൻ്റെ കണ്ടൻറ്റുകൾ കുറേ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.